അങ്ങനെ ബസൂക്ക കാണാൻ രാവിലെ 9 മണിക്ക് ഏപ്രിൽ 10-ാം തീയതി ഞങ്ങൾ ഫാമിലി വന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, 9 ആകാറായിട്ട് ആരുമേ ഇല്ല, വളരെ തുച്ഛമായ ആൾക്കാരുണ്ട്. കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് നമ്മൾ ഈ കാണുന്ന രംഗം കാണുന്നത്. ഞാൻ വിചാരിച്ചു മോഹൻലാൽ പടം പോലെ തന്നെ മമ്മൂട്ടി പടത്തിന് ഫാൻസ് ഒരുപാട് കാണുമെന്ന്. മമ്മൂട്ടിയുടെ ഒരു ആരാധകനായതുകൊണ്ടാണ് ഈ പടത്തിന് ആദ്യമേ തന്നെ വന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സിനിമയെ പറ്റിയുള്ള ഞാൻ കണ്ട ഒരു പടത്തിനെ പറ്റിയുള്ള അവലോകനമാണ്. ബസൂക്ക എന്ന് പറഞ്ഞ ഒരു മമ്മൂട്ടിയുടെ പുതിയ പടം ഇന്ന് ഏപ്രിൽ 10-ാം തീയതി ഇറങ്ങി. എൻ്റെ മടുപ്പിനോ അല്ലെ എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ശ്രദ്ധ കണ്ടോ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് വൈകിട്ട് 9 മണിയുടെ ടിക്കറ്റ് രാവിലെ 9 മണിക്ക് കോട്ടയം അഭിലാഷിലെ തിയേറ്ററിലാണ് കിട്ടിയത്. അപ്പോൾ സമയം തെറ്റിപ്പോയതുകൊണ്ട് PM ഉം AM ഉം മാറിപ്പോയതുകൊണ്ട് രാവിലെ തന്നെ പടത്തിന് പോകേണ്ടി വന്നു. വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകം. ഇത്ര മോശം ഒരു പടം സിനിമയെ പറ്റി ഒരു രീതിയിലും, അതായത് 10-74 വയസ്സുള്ള ഈ മമ്മൂട്ടിയൊക്കെ എന്താണ് കാണിക്കുക, എന്താണ് കഥ പറയുന്നതിൻ്റെ അത് ഒരു കഥയുമില്ല, ഒരു രസവുമില്ല, കണ്ടിരിക്കാൻ യാതൊരു രീതിയിലുള്ള സബ്ജക്റ്റുമില്ല. ഒരു പടം എന്ന് വിചാരിച്ചാൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ യാതൊരു നിലവാരമില്ലാത്ത സിനിമ. ബസൂക്ക എന്ന് പറയുന്ന പടത്തിന്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ പറയാനില്ലാതെ ഒരു എന്റർടൈൻമെന്റോ സമയം കളയാനോ ഞങ്ങളെ ആരും നിർബന്ധിച്ചില്ലെന്ന് വേണമെങ്കിൽ ആ മമ്മൂട്ടിയുടെ ആരാധകരോ, അല്ലെങ്കിൽ നാളെ ഞാൻ എമ്പുരാൻ കണ്ടതിൻ്റെ അകത്തും ഈ മോഹൻലാലിന്റെ ഫാൻമാരെ ഒരുപാട് നന്മ പറയുമായിരിക്കും, തിന്മ പറയുമായിരിക്കും. എന്നാൽ ഇന്ന് മുമ്പോട്ടുള്ള പടത്തെ സിനിമയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് സിനിമയുടെ പോക്ക്? വളരെ യാതൊരു പരിതാപകരമായ രംഗമാണ് ഈ സിനിമ. ഈ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിന്റെ അകത്ത് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നിർമ്മാതാവില്ലേ, ഇതിനൊരു സംവിധായകനില്ലേ? ഇവർ കാശ് മുടക്കുന്ന ഒരു ബോധം ഇവിടെ, അത് ദുഃഖപ്പൊക്കോട്ടെ. എത്രയോ നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാരാണ് ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ. ഇവർ ഈ പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ ഇവർ ഈ പടങ്ങളൊക്കെ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? ഒരു നല്ല ഒരു ആരാധകര് അവരുടെ പടം കാശ് മുടക്കി കാണുമ്പോൾ അവർക്കൊരു വിലയിരുത്തണ്ട്. ഇവർക്ക് നല്ല സമ്പന്നന്മാരായില്ലേ? ഈ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഒക്കെ നല്ല സമ്പന്നന്മാരായില്ലേ? ഇനിയെങ്കിലും അവർക്ക് നല്ല പടങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തുകൂടെ, അഭിനയിച്ചുകൂടെ? ഈ പണത്തിന് വേണ്ടി എന്ത് കോപ്രായം കാണിക്കുക? അത് 2, 3, 4, 5 ഭാഗങ്ങളായിട്ട് പുതിയ പുതിയ പടങ്ങൾ വരാം. ഈ പടവും അതുപോലെ തന്നെ അവസാന ഭാഗത്ത് വിമാനത്തിന്റെ അകത്ത് കരഞ്ഞ് ബാക്കി കഥ ദുബൈയിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ യാതൊരു കഥയും ഇല്ല. സമയവും കളയാനും ഉറങ്ങേണ്ടവർക്ക് പോയി വരുന്ന ഉറങ്ങാം. തിയേറ്ററിൽ സുഖമായിട്ട് 2.5 മണിക്കൂർ ശല്യം എല്ലാവർക്കും. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയതാണ് അഭിലാഷ് തിയേറ്റർ, കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ പോയിട്ട്. എല്ലാം കൂടെ കൂട്ടിയ ഒരു 15 പേരോ 16 പേരോ ഏറ്റവും ബാക്കിൽ ബാൽക്കണിയിൽ ഉണ്ടായിരിക്കും. ബാക്കി തിയേറ്ററിൽ തന്നെ ആളില്ല. പടം എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ പടമായിട്ട് പോലും മമ്മൂട്ടിയുടെ പടം വന്നിട്ട് അതിൻ്റെതായ യാതൊരു ആവേശവുമില്ല. രാവിലെ 9 മണിക്ക് വന്ന ഷോയാണ് 10-ാം തീയതി, ഏപ്രിൽ 10-ാം തീയതി 9 മണിക്ക് വന്ന ഷോ പോയി ഗതികേടുകൊണ്ട് കണ്ടുവന്നു. കാരണം അത് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ സമയം രാത്രി നന്നായി കേട്ടോ. ഒരു രാത്രിക്ക് 11 വരെ 12 മണി രാത്രി വരെ ഇരിക്കാതിരിക്കാൻ പറ്റി. വളരെ മോശം എന്ന പരിതാപകരമാണ്. ഇന്ന് വിചാരിച്ച് ഞാൻ മോഹൻലാലിന്റെ ആരാധകനും മമ്മൂട്ടിയുടെ ആരാധകനൊന്നുമല്ല. ആരാധകരെന്നെ തള്ളിപ്പറയരുത്, ആരാധകരെ ആരാധിച്ചോളൂ. സാധാരണക്കാരനായ ഒരു ഒരു പടത്തെ വിലയിരുത്തുന്ന ആളെന്ന നിലയിൽ ഇപ്പൊ കടന്നു പോകുന്ന പടങ്ങളെല്ലാം തന്നെ ഇവർ ഏത് ഏജിലുള്ള ആൾക്ക് വേണ്ടിക്കാണ് പടം ഇറക്കുന്നത്? മനസ്സിലാകുന്നത് ഇത്രയും പ്രായം ഏജ്ഡ് ആയിട്ടുള്ള നടന്മാര് അവർക്കെങ്കിലും ബോധം വേണ്ടേ? ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ, ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാനുള്ള മാര്യമൊന്ന് കാണിക്കണ്ടേ? പൈസ മാത്രം എന്നുള്ളതല്ലാതെ ഒരു കഥയുമില്ല. ഈ പറഞ്ഞ എമ്പുരാൻ കാണുവാണെങ്കിൽ പല ഭാഷകൾ പഠിക്കണം, ശ്രദ്ധയൊന്നും മാറിപ്പോവുകയാണെങ്കിൽ എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ല. അതിന്റെ 3-ാം ഭാഗവും 4-ാം ഭാഗം വരാൻ കിടക്കുന്നത്. കുറെ കാശ് മുടക്കുന്നു എന്നല്ലാതെ പ്രേക്ഷകർക്ക് എന്ത് വേണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലോട്ട് മലയാള സിനിമ പോവാണ്. ഇത് ഏത് പ്രായക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ പടം ഇറക്കുന്നത്? ഇപ്പോൾ ഇറക്കുന്ന പടത്തിനെ പറ്റി ചോദിക്കുകയാണ്. ഈ ബസൂക്ക ഇറക്കിയേക്കുന്ന സംവിധായകനോ നിർമ്മാതാവോ അതിൽ അഭിനയിച്ചെന്ന് ഈ മമ്മൂട്ടി ഈ പടം എന്റെ വോയിസ് കേൾക്കുകയാണ്, മോഹൻലാൽ കേൾക്കുകയാണെങ്കിൽ പറയേണ്ടതുണ്ട്. നിങ്ങൾ ഏത് കാലത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പടം ഇറക്കുന്നത്? കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടോ, അതോ യുവാക്കൾക്ക് വേണ്ടിയിട്ടോ, അതോ എന്നെ പോലെ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടോ? ആർക്കും ഒരു ഗുണമുള്ള ഒരു പടമല്ല. എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അതിൻ്റെ അകത്തില്ല. എന്തോ കുറെ കാശുകൾ വാരി എറിയുന്നു. ഈ എമ്പുരാന്റെ അകത്ത് കുറേയേറെ കാശുകൾ മുടക്കി അതിൻ്റെ അകത്ത് പുതിയ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കുറെ ആംബിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബസൂക്ക എന്ന് പറയുന്ന പടത്തിന്റെ അത് ഒന്നും തന്നെ ഇല്ല.
ഒരു കണ്ടന്റും ഇല്ലാതെ ദേഷ്യവും അരിശവും വരുവാണ്, സമയം പോകുന്നില്ല. അതല്ലാതെ എന്താണ് ചെയ്യണമെന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കേണ്ട അവസ്ഥ. ഇത്രയും ബോറൻ പടങ്ങൾ. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ആരാധക ബന്ധങ്ങൾ എന്നെ തെറി പറയരുത്. അല്ലാതെയുള്ള ആൾക്കാരെ, ഇത് പടത്തെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, എത്രയോ നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ള മഹാനടന്മാരാണ് ഈ മമ്മൂട്ടി മോഹൻലാലും. എത്രയോ പഴയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പഴയ പടങ്ങളെല്ലാം നല്ലതെന്നല്ല പറഞ്ഞത്, അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, കഥകൾ ഉണ്ടായിരുന്നു, തിയേറ്ററിനെ പിടിച്ചിരുത്താനുള്ള കോമഡികൾ ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു, അർത്ഥവത്തായ കഥാതന്ത്രം ഉണ്ടായിരുന്നു. ഒന്നുമില്ലാതെ വളരെയധികം ബോറടിക്കുന്നെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം. ഇത്രയും കോടിക്കണക്കിന് കാശ് മുടക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇയാൾക്ക് എന്തായാലും ചുമ്മാ അയാൾ അഭിനയിക്കുകയല്ലോ. ഒരു പ്രായാധിക്യം വന്നാൽ കുറച്ചൊക്കെ ഒതുങ്ങി മാറി നിൽക്കണം ഈ നടന്മാരൊക്കെ. അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള പടങ്ങൾ നോക്കി ചെയ്യണം. നല്ല പടങ്ങൾ, കഥകൾ വായിച്ചിട്ട് അവർക്ക് ആപ്റ്റാകുന്ന വേഷമാണോ എന്ന് കണ്ടിട്ട് വേണം അഭിനയിക്കാൻ. ഒരു പടത്തിന്റെ പകുതി മുക്കാൽ ഭാഗത്ത് ഒരു ബസിന്റെ അകത്തിരുന്ന് എന്തൊക്കെയോ കഥ പറയുന്നു, കുറെ ഗെയിം കളിക്കുന്ന കാര്യം കാണിക്കുന്നു, ഒന്നുമില്ല പടത്തിനകത്ത്. ഒരു വകയും ഒരു ചുക്കുമില്ല എന്ന് വേണേൽ പറയാം. കാശ് പോയ ഞങ്ങളുടെ സാധാരണക്കാരായ പ്രേക്ഷകരാണ് എങ്കിലും ഈ പ്രൊഡ്യൂസറും ഈ നിർമ്മാതാക്കളും അങ്ങനെയുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. അവരെ സംവിധാനമൊക്കെ മനസ്സിലാക്കണം. ഈ പ്രേക്ഷകരില്ലെങ്കിൽ നിങ്ങളില്ല, ഈ നടന്മാരില്ല, ഈ മഹാനടന്മാർ ഒരുത്തനും ഇല്ല. ഞങ്ങളെ കാശ് ഞങ്ങൾ ഈ വന്ന് സമയം എന്റർടൈൻമെന്റ് ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല. എന്നാലും എന്റർടൈൻമെന്റ് കുഞ്ഞുങ്ങളെ ഫാമിലി ആയിട്ട് പോയി കാണുകയാണ്. 4 പേര് പടം കണ്ടപ്പോൾ 786 രൂപയോളം പൈസ പോയി. ഈ ഇത്രയും പൈസ കൊണ്ട് ഞങ്ങൾ വേസ്റ്റ് ആക്കുകയാണ്. ഞങ്ങൾ എന്റർടൈൻമെന്റിനാണ് വരുന്നത്. അതിൻ്റെ അകത്ത് എവിടെ എന്റർടൈൻമെന്റ്? സമയം കളയുന്നല്ല, ബോറടിക്കുന്നു. ദൈവത്തെ ഓർത്ത് പ്രേക്ഷകരെ ഇങ്ങനത്തെ ഊള പടങ്ങൾ കാണാതിരിക്കുക. ഇത് കാണേണ്ടവന്മാരുടെ അടുത്ത് എത്തുന്നിടം വരെ ഇതൊന്ന് ഷെയർ ചെയ്ത് വിടുക. തീർച്ചയായും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.